ഡൽഹി ചലോ ആഹ്വാനവുമായി എത്തിയ കർഷകർ ശംഭു അതിർത്തിയിൽ തുടരുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ തിരികെ മടങ്ങില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗമായ കർഷക സംഘടനകൾ. അനുനയ ശ്രമങ്ങളുമായി ചർച്ചകൾ തുടരുന്നുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്ന് അർജുൻ പീതാംബരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹരിയാന പഞ്ചാബ് അതിർത്തിയാണ്, അശാന്തമാണ്. ഒരു തരത്തിലും കർഷകരെ മുന്നോട്ട് പോകാനായിട്ട് ഹരിയാന പോലീസോ അർദ്ധസൈനിക വിഭാഗമോ അനുവദിച്ചിട്ടില്ല. ഇപ്പോഴും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ വലിയൊരു സംഘം ആ പാലത്തിനപ്പുറത്ത് തമ്പടിച്ചിട്ടുണ്ട്. കർഷകർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഓരോ സമയത്തും വലിയ രീതിയിൽ ഷെല്ലും അതുപോലെ തന്നെ കണ്ണീർ വാതകത്തിൻ്റെയും അവരുടെ മേലത്തേക്ക് അവരുടെ മുകളിലേക്ക് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ വർഷിക്കുന്നു. അത്തരത്തിൽ വലിയ നടപടികൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ബീച്ചോട്ട, എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഒരു സമരത്തിൻ്റെ ഒരു നടപടികളെല്ലാം ഉണ്ടാകും? ഇന്നലത്തെ ചർച്ചയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് സർക്കാർ ഒന്ന് അയഞ്ഞിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. ഒരു കാര്യമെന്ന് പറഞ്ഞത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് എണീറ്റ് പോകില്ല. കേവലം ഈ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും, അത് BJPയുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും CPMൻ്റെ ആയാലും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളുടെ കാര്യത്തിൽ, WTOയുടെ നിലപാടുകളുടെ കാര്യത്തിൽ, സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ കാര്യത്തിൽ, കർഷകനോടുള്ള നിലപാടുകളുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. അപ്പോൾ അത് ഭരിക്കുന്നവനായാലും പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാവർക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നേക്കാം ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും. അതായത് ഇന്നലെ ഒരു യോഗമുണ്ടായിരുന്നു. അതിൽ ചില തീരുമാനങ്ങൾ കർഷകർക്ക് അനുകൂലമായി ഉണ്ടായെങ്കിൽ പോലും പ്രധാന ആവശ്യങ്ങളിൽ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം, പ്രഖ്യാപനം ഉണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ് സംയുക്ത കിസാൻ മോർച്ച സംഘടനയുടെ വിവിധ പ്രതിനിധികൾ അറിയിക്കുന്നത്, പറയുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ആ സംഘം, ആയിരക്കണക്കിന് ട്രാക്ടറുകളിൽ 10,000-കണക്കിന് കർഷകരുണ്ട്. അവർ കാത്തിരിക്കുന്നത് ആ ഒരു തീരുമാനത്തിനും പ്രഖ്യാപനത്തിനുമാണ്. അതല്ലെങ്കിൽ തങ്ങളുടെ തലവൻ്റെ ഒരു ആഹ്വാനത്തിന് മുന്നോട്ട് പോയിക്കോളൂ, ഈ തടസ്സങ്ങളൊന്നും തന്നെ ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു ആഹ്വാനത്തിന് വേണ്ടി തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. എന്തായാലും ഞായറാഴ്ചത്തെ ആ ഒരു കൂടിക്കാഴ്ച ചർച്ചയ്ക്ക് കൂടി മാത്രമാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതിലൊരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഡൽഹി ചലോ മാർച്ചുമായി ഡൽഹി അതിർത്തികളിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശംഭു അതിർത്തിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.